അപ്പൊ അത് പങ്കുകാരായി. പക്ഷെ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് നിങ്ങളും നിങ്ങളുടെ അള്ളാഹുവും മുഹമ്മദും ഒക്കെ പറയുന്നതായിട്ടും പറയുന്നു. ഏറ്റവും വലിയ പാപവും അതാണെന്ന് പറയും. അങ്ങനെയെങ്കിൽ എന്താണ്? ഒരു സെക്കൻഡ്, നമസ്കാരം. നമസ്കാരം. ഞാനുണ്ട്. ആള് സംസാരിക്കട്ടെ, നമുക്ക് കേൾക്കാം. അതെ. അല്ല, ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു സംഭവം നടന്നു. അതായത് ഞങ്ങള് സൗദി അറേബ്യയിലെ ഏരിയാണോ എന്ന് അറിയത്തില്ല. ചോദിച്ചപ്പോഴത്തേ പറഞ്ഞ് അള്ളാഹു യാത്രയിലാണെന്ന്. അതായത് ഇസ്രായേല് യുദ്ധം ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവിടെ ഇല്ല, ഫയർ ഇട്ട് കൊടുക്കാൻ. അള്ളാഹു യാത്രയിലിരിക്കുക. ചോദിക്കുവാണ് ഖുറാനിൽ നിന്ന്, ഇവരാരും പറഞ്ഞു തരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ട് ചോദിക്കുവാണ്. 3:32 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുകയും. അപ്പൊ എന്റെ ഒരു സംശയം ടീച്ചറെ, ഈ അള്ളാഹുവിന്റെ ഒപ്പം പങ്കു ചേർക്കുകയല്ലേ അവിടെ ചെയ്യുന്നത്? രണ്ടുപേരെയും ഒരുമിച്ച് അനുസരിക്കണമെന്ന് പറയുമ്പോൾ അവർ പങ്കുകാരാണല്ലോ. അപ്പൊ അതല്ലേ ഏറ്റവും വലിയ കൊടിയ പാപം? അതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഖുറാനിൽ അങ്ങനെ പറയുന്നത്? ഇവര് പറയുന്നത് അതിന് മറുപടിയായിട്ട് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ കൽപ്പനകൾ അതുപോലെ നിറവേറ്റുക എന്നാണ്. പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. അതായത് നമ്മൾ തിന്നുന്ന കുത്തരി, നമ്മുടെ നാട്ടിലെ ചമ്പാവരി എന്ന് പറയും, അത് ചോറാണ്. പക്ഷെ വെള്ളയരിയുടെ ചോറ് വെച്ചാൽ അത് ചോറല്ല, ഉപ്പുമാവാണ്. കാര്യം കൃത്യമായില്ലേ? അപ്പൊ അതുപോലെ വേറൊരായത്തിലുണ്ട്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അവിടെ ഒരേ പദമാണ് 2 സ്ഥലത്ത് വന്നത്. അതായത് അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും നബിയോട് കാരുണ്യം ചെയ്യുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് ഒരിടത്ത് കാരുണ്യം ചെയ്യുക എന്ന് പറഞ്ഞു, അതേ പദം തന്നെ സല്ലിമു തസ്ലീമ. ആ തസ്ലീമ അതായത് കാരുണ്യം, സമാധാനം എന്ന മറ്റൊരിടത്ത് വന്നപ്പോൾ അത് പ്രാർത്ഥിക്കുക എന്നാക്കി മാറ്റി. അതുപോലെ ഷഹാദത്ത്, ഇപ്പൊ പറഞ്ഞല്ലോ കലിമ, അത് ഖുർആനിലില്ല. ഹദീസുകൾ കൊണ്ട് മാത്രമേ അത് സാക്ഷ്യപ്പെടാൻ പറ്റത്തുള്ളൂ. ഖുർആൻ പറയുന്നത് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് സാക്ഷ്യം വഹിക്കണമെന്നാ പറയുന്നത്. അവിടെ മുഹമ്മദ് നബിയെ സാക്ഷ്യപ്പെടുത്തണം എന്നില്ല. അപ്പോൾ ഇപ്പോൾ ബ്രദർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഖുർആനോ ഹദീസിൽ നിന്നോ ഒരു തെളിവും വേണ്ട. അത് പറയാൻ കാരണം നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും ഇവർ പറയും ഞാൻ നിസ്കാരത്തിലാണ്, ഞാൻ യാത്രയിലാണ്, ഞാൻ വണ്ടിമേലാണ്, ഞാൻ പിന്നെ കച്ചവട സ്ഥലത്താണ്, അതുകൊണ്ട് ഖുർആൻ ഹദീസും ഒന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തൊള്ള കൊണ്ടെങ്കിലും പറഞ്ഞാൽ മതിയെന്ന്. ഇവിടെ ഖുർആൻ പറയുന്നത്, കുൽ പ്രവാചകരെ താങ്കൾ അവരോട് പറയുക, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, തുഹിബ്ബൂൻ അല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഊനി നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പ്രവാചകരെ താങ്കൾ അവരോട് പറയുക. ഇതിനേക്കാൾ വലിയ ഒരു ശിർക്കില്ല. അപ്പൊ അള്ളാഹു ഒരിക്കലും പൊറുക്കത്തില്ല, അള്ളാഹു പൊറുക്കാത്ത പാപകർമ്മമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഗുണഗണങ്ങള് അള്ളാഹുവിന്റെ സൃഷ്ടിക്ക് സങ്കല്പിച്ചു കൊടുത്താൽ അത് അള്ളാഹു പൊറുക്കത്തില്ല എന്നാ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തന്നെയാണ് പറയുന്നത്, എന്നെ പോലെ നിങ്ങൾ മുഹമ്മദിനെ ആരാധിക്കുക, മുഹമ്മദിനെ അനുസരിക്കുക, മുഹമ്മദിനെ അനുധാവനം ചെയ്യുക എന്ന്. ഇനി അനുധാവനം ചെയ്താൽ ചില ബോണസ് ഒക്കെ അള്ളാഹു നൽകുന്നുണ്ട്, റോയൽറ്റി നൽകും, ലൈഫ് ടൈം റോയൽറ്റിയാണ്. കുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുള്ള. ഒന്നാമത്തെ കാര്യം ഈ പടച്ചോൻ അള്ളാഹു പടച്ചോൻ നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ക്വാളിറ്റി. രണ്ടാമത്തെ ബോണസ് പിന്നെ യഗ്ഫിർ മിൻ ദുനൂബിക്കും, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്നുള്ളതാണ്. എന്താണ്? നബിയെ പിൻപറ്റിയാൽ. ഈ നബിയെ പിൻപറ്റിയാൽ അള്ളാഹു പാപം പൊറുക്കുന്നതിന് മുമ്പ് മോദി നമ്മളെ ചവറാക്കി ഒരു മൂലക്കിരുത്തും. കാരണം ശിശുഭോഗം ഇന്ന് ചെയ്യാൻ പറ്റുമോ? താൽക്കാലിക വിവാഹം ഇന്ന് ചെയ്യാൻ പറ്റുമോ? അടിമഭോഗം, അടിമകളെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുക, ഇന്നത് പറ്റുമോ? പിന്നെ അംബാനിയുടെ മുതൽ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ കയറി അങ്ങോട്ട് കൊള്ളയടിക്കുക പറ്റുന്ന കേസാണോ? അപ്പോ നബി ചെയ്തതൊന്നും ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പറ്റില്ല. അഥവാ ചെയ്താൽ നമ്മൾ അകത്താകുകയും ചെയ്യും. അപ്പോൾ പിന്നെ പാപം പൊറുക്കണോ അതോ അള്ളാഹുവിന്റെ സ്വർഗം വേണോ?
ഇനി അതല്ല ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയോ എന്ന് ആലോചിച്ചപ്പോൾ ശരിക്കു പറഞ്ഞാൽ തലയ്ക്കകത്ത് ആളുതാമസമുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലായി നബി ഈ കാലത്തെന്നല്ല ഒരു കാലത്തും നമുക്കൊരു ഗുണവും ചെയ്യത്തില്ല. അതുകൊണ്ട് തൽക്കാലം നബിയെ നമുക്കൊന്ന് മാറ്റി നിർത്താം. പിന്നെ നമുക്ക് തരാതരം എവിടെയെങ്കിലുമൊക്കെ തന്തയില്ലാത്തരം കളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നബിയെ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോളോവർ ആക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രത്യക്ഷമായിട്ടൊന്നും പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നബി ചെയ്ത കാര്യം അതുപോലെ ചെയ്യാൻ ഇന്ന് അണികളോട് പറയാനും പറ്റില്ല. കാരണം അങ്ങനെ അനുയായികളോട് പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകും. കാരണം ഒരു മുട്ടിലെഴുതുന്ന കുഞ്ഞിനെ കണ്ടാലും ഒന്ന് കിട്ടിയെങ്കിൽ ഒന്ന് കളിക്കാമായിരുന്നു അല്ലേ എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങിയാൽ ബുദ്ധിമുട്ടാകും. പിന്നെ പോലീസ്, കേസ്, കോടതി, ജയിൽ അവിടെയൊക്കെ പോയിട്ട് ഞങ്ങളുടെ നബി പഠിപ്പിച്ചതാണ് എന്നൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവർ മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ചും പറയാൻ പറ്റില്ല, നബിയെക്കുറിച്ചും പറയാൻ പറ്റില്ല. ഖുർആനും ഹദീസും ഒന്ന് മാറ്റി നിർത്തി നമുക്ക് തൽക്കാലം മൈക്കിൾ ചാട്ടിനെ എടുക്കാം, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുക്കാം, അതല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ എടുക്കാം. അവരൊക്കെ ചെയ്യുന്ന പ്രവാചക ചര്യകൾ കാണിച്ചിട്ട്, ഇനി ഒന്നും അല്ലെങ്കിൽ കൊമേനി ചെയ്യുന്നത് എടുക്കാം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ വരെ അന്ന് ബലാത്കാരം ചെയ്തേക്കണം സൈനികരെന്ന് പണ്ടത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഡിജിറ്റൽ ക്യാമറയുമായിട്ട് മാറി നിന്ന് നോക്കിയല്ലോ. അപ്പോൾ ഇറാനിൽ പറ്റും നബിചര്യ നടപ്പിലാക്കാൻ, അഫ്ഗാനിൽ പറ്റും, സിറിയയിൽ പറ്റും, ബംഗ്ലാദേശിൽ പറ്റും, പാകിസ്ഥാനിൽ പറ്റും. പക്ഷെ ഇന്ത്യയിൽ ഇരുന്നിട്ടത് പറയൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങൾ, അപ്പൊ അവരുടെ പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസം അതാണ്. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇനി പരലോകത്തിലേക്ക് പോകുന്ന കുട്ടികൾ കന്യകമാരാണെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് പോകത്തില്ലേ? അതുകൊണ്ട് അവർ കന്യകമാരല്ലാതെ അവരെ സ്വർഗത്തിലേക്ക്, അവരെ നരകത്തിലേക്ക് വിടുന്നതിന് വേണ്ടി സൈനികരോട് പറഞ്ഞ് ബലാത്കാരം ചെയ്തോളാൻ. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആരാണുള്ളത്? ബലാത്സംഗ വീരന്മാരാണുള്ളത്, ശിശുഭോഗികളാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്വർഗത്തിലെ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന മനുഷ്യത്വമുള്ള ഹ്യൂമാനിറ്റിയുടെ ഒരു അംശമെങ്കിലുമുള്ള ആളുകൾക്കൊന്നും അതിനെ പിൻപറ്റാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചോദ്യം ഇതാണ്, ഖുർആൻ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ലേ എന്ന്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷണമൊത്ത ഒരു വർഗീയ ഗ്രന്ഥമാണ്. അത് കലാപത്തിനും പിന്നെ ബലാത്കാരത്തിനും അന്യമത വിരോധത്തിനും മനുഷ്യന്മാരെ പരസ്പരം തമ്മിത്തല്ലാനും രക്തപ്പുഴ ഒഴുക്കാനും ഒക്കെ മാത്രം സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകത്തിനകത്ത് മൊറാലിറ്റിയുടെ ഒരു അംശം പോലും ഇല്ല എന്നതിൽ കവിഞ്ഞ് ആ ഗ്രന്ഥം പറയുന്നത് തന്നെ നമുക്ക് ഒരു രൂപത്തിലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഗ്രന്ഥം പറയാണ്, ഫബഷിർ ഇബാദ്, എന്റെ നല്ലവരായിട്ടുള്ള അടിമകളെ നീ സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന യസ്തമിഊനൽ ഖൗല, അവർ വാക്കുകളെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ്. വയത്തബിഊന ഹസന, ഏറ്റവും നല്ലതിനെ അവർ പിൻപറ്റുന്നവരാണ്. ഉലായിക ഹദാഹുമുല്ലാഹ്, അവരാണ് ഏറ്റവും സന്മാർഗം കിട്ടിയ ആളുകൾ. ഉലായിക ഹുമുൽ അൽബാബ്, അവരാണ് ഉറ്റാലോചിക്കുന്നവർ. അതിന്റെ അർത്ഥം ആര് പറയുന്ന വാക്കുകളും ശ്രദ്ധിച്ച് കേട്ട് ഏറ്റവും നല്ലതിനെ പിൻപറ്റി. അപ്പൊ ഇവരുടെ കോൺസെപ്റ്റിലുള്ള നന്മകൾ എന്താണ്? ഈ മമ്മദണ്ണൻ പഠിപ്പിച്ചതാ, മമ്മദണ്ണൻ ചെയ്ത് കാണിച്ചതാണ് ഇവരുടെ കോൺസെപ്റ്റിലെ ഏറ്റവും നല്ല നന്മ. അപ്പൊ അത് മാനവികതയുള്ള മനുഷ്യന്മാരായിട്ടുള്ള നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഖുർആൻ ഷിർക്ക് ചെയ്യാൻ മാത്രമല്ല പ്രേരിപ്പിക്കുന്നത്, വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്നു, ബലാത്കാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, അടിമകളെ യഥേഷ്ടം ഭോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു, അന്യമത വിശ്വാസികളെ കൊന്നൊടുക്കാൻ പ്രേരിപ്പിക്കുന്നു, തങ്ങളുടെ ആശയം സ്വീകരിക്കാത്ത ആളുകളെ അവരുടെ വിരലുകൾ വെട്ടിയെടുക്കാനും അവരെ കൊല്ലാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ലക്ഷണമൊത്ത കലാപത്തിന് ആഹ്വാനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ, അതായത് 100% ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാനിലെ ജനത അതുകൊണ്ടാണ് കൊമേനി ചത്തു, അവന്റെ തല തെറിച്ചു എന്ന് കേട്ട ഉടനെ ഖുർആനുകൾ കൂട്ടിയിട്ട് തെരുവോരങ്ങളിൽ കത്തിക്കുകയും ഹിജാബുകളും പർദ്ദയും മക്കനയും ഓരോ വീടുകളിലും പെൺകുട്ടികൾ കയറി ചെല്ലുകയാണ്. ഇവിടെ ഏതെങ്കിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പൊതുനിരത്തിലിട്ട് കത്തിക്കുകയും പട്ടാപ്പകല് നോമ്പ് മുറിച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് അവര് തുണികളൊക്കെ ഊരി എറിഞ്ഞ് ന്യൂഡായിട്ടൊക്കെയാണ് അവർ ഡാൻസ് കളിച്ചിട്ട് അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അവരാഘോഷിച്ചത്. അതായത് പ്രവാചക ചര്യയെ വലിച്ചെറിയുന്ന ആദ്യത്തെ രാജ്യം ഒരു പക്ഷേ 100% ഇറാൻ ജനതയായിരിക്കും. പിന്നെ സൗദി അറേബ്യ, UAE പോലെയുള്ള രാജ്യങ്ങളിൽ 10-45ഓളം ഖുർആനുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ഇതിലേതാ ശരിയെന്നുള്ള കാര്യത്തിൽ അവരും കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ആദ്യം തന്നെ MBS ഭരിക്കുന്ന സൗദി അറേബ്യ തീരുമാനിച്ചു, ഇത് നമുക്ക് ഓടയിൽ നിന്ന് വായിക്കാം. ഒരിക്കലും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊന്നും ഇത് വായിക്കാൻ പറ്റില്ല. പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടാണ് നമ്മുടെ പരിശുദ്ധം. കാരണം നമ്മുടെ വീട്ടിലൊന്നും നമ്മൾ വേശ്യാലയം നടത്താത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട് പരിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ഇവരുടെ വീടുകളല്ല കേട്ടോ.
അപ്പൊ അവര് ഓടയിൽ ഖുർആൻ വലിച്ചെറിയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നാടുനീള വാർത്തയാകുന്നു. ഓടകളില്, അഴുക്ക് ചാലുകളിൽ, ഓവ് ചാലുകളില്, കക്കൂസ് ടാങ്കുകളിലൊക്കെയാണ് ഖുർആൻ കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ MBS അത് കുറച്ച് കണ്ടെയ്നറുകളൊക്കെ വലിച്ചിട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ചേരെ, കുഴപ്പമില്ല. അത് ആരാണ് ചെയ്തത് എന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം ആ പുസ്തകത്തിന്റെ സ്ഥാനം അവിടെയാണ് എന്ന് എത്രയോ കാലം മുമ്പേ വിശ്വസിച്ച MBSനോടാണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പൊ അയാൾ അതിന് അന്വേഷിക്കാനോ ഒന്നും വിട്ടിട്ടില്ല. അപ്പൊ അതുപോലെ UAE അവരും അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കി അവരൊക്കെ വലിച്ചെറിയുമ്പോൾ ഇവിടെ ഇന്നലെ അലിയാർ കാസിമി നടത്തിയ ഒരു പ്രസംഗത്തില് അദ്ദേഹം പറയുവാണ്, ഖുർആനിനെ, അതായത് വിശുദ്ധ ഗ്രന്ഥത്തെ വലിച്ചെറിഞ്ഞവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിച്ചെറിഞ്ഞവർ രക്ഷപ്പെട്ടു. അത് വലിച്ചാരെറിഞ്ഞിട്ടുണ്ടോ അവർ മനുഷ്യത്വം തിരിച്ചറിഞ്ഞു. സഹജീവികളോടുള്ള സ്നേഹവും സഹവർത്തിത്വവും, ഈ ലോകത്താകെ ഒരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതത്തിനിടയ്ക്ക് പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് കൊടുത്തും വാങ്ങിച്ചും ഒക്കെ ജീവിക്കണം എന്ന വലിയ ഒരു ആശയം, ഒരു മാനവികത ഈ ഖുർആൻ വലിച്ചെറിഞ്ഞ ആളുകളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഓക്കെ.